നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. പശ്ചിമേഷ്യ സമാധാന കരാറിന്റെ രണ്ടാം ഘട്ടത്തിൽ അനിശ്ചിതത്വം. മരിച്ച ബന്ദികളുടെ മൃതദേഹം കൈമാറുന്നതിൽ ഹമാസ് കാലതാമസം വരുത്തുന്നതിൽ ആശങ്ക. രണ്ടാം ഘട്ട ചർച്ചകൾ തുടങ്ങിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. UAE-യിൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള അടിയന്തര സേവന വിഭാഗങ്ങൾക്കായി പ്രത്യേക സർക്കാർ വകുപ്പ്. UAE ആരോഗ്യ വകുപ്പ് മന്ത്രി അഹമ്മദ് അലി അൽ സയേഗ് വകുപ്പിന്റെ ചെയർമാൻ. ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ പ്രദർശന മേളകളിലൊന്നായ ജൈടെക്സ് എക്സിബിഷന് ദുബായിൽ തുടക്കം. മേളയിൽ ശ്രദ്ധ നേടി മലയാളി ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ബഹ്റൈനിലേക്ക്. വ്യാഴാഴ്ച നടക്കുന്ന വിദേശ മലയാളി സംഗമത്തിൽ പങ്കെടുക്കും. മന്ത്രി സജി ചെറിയാനും മുഖ്യമന്ത്രിക്കൊപ്പം. ശബരിമലയിൽ നിന്ന് നഷ്ടമായ സ്വർണം തിരികെ പിടിക്കണമെന്ന് സർക്കാരിനോട് ദേവസ്വം ബോർഡ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു. കോടതിയെ വിശ്വസിക്കാത്തവരാണ് CBI അന്വേഷണം ആവശ്യപ്പെടുന്നതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. നടന്നത് വലിയ കച്ചവടമെന്ന് VD സതീശൻ. വിശ്വാസ സംരക്ഷണ ജാഥയുമായി കോൺഗ്രസ്. കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് BJP. വെസ്റ്റ് ഇൻഡീസിനെതിരായ പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യക്ക് 7 വിക്കറ്റ് വിജയം. 3 വിക്കറ്റ് നഷ്ടത്തിൽ 121 റൺസ് വിജയലക്ഷ്യം മറികടന്നു. KL രാഹുലിന് അർദ്ധ സെഞ്ചുറി. അർജന്റീന ഓസ്ട്രേലിയ ഫുട്ബോൾ പോരാട്ടം നവംബർ 17 കൊച്ചിയിൽ. ഗാസയിലെ വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തിൽ അനിശ്ചിതത്വം. മരിച്ച ബന്ദികളുടെ മൃതദേഹം കൈമാറുന്നതിൽ ഹമാസ് വരുത്തുന്ന കാലതാമസമാണ് ആശങ്കകൾക്ക് ഇടയാക്കുന്നത്. അതേസമയം രണ്ടാം ഘട്ട ചർച്ചകൾ തുടങ്ങിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ജീവനോടെയുണ്ടായിരുന്ന 20 ഇസ്രയേലി ബന്ദികളെയും 2000-ഓളം പലസ്തീൻ തടവുകാരെയും മോചിപ്പിച്ചെങ്കിലും ഗാസയിലെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. മരിച്ച 28 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറാമെന്ന് ഹമാസ് ഉറപ്പു നൽകിയിട്ടും 4 പേരുടെ മൃതദേഹമാണ് നൽകിയത്. ബന്ദികളുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു. എന്നാൽ മറ്റ് 24 ബന്ദികളുടെ മൃതദേഹങ്ങൾ തിരികെ നൽകാത്തതിൽ കുടുംബങ്ങൾക്കിടയിൽ രോഷം ഉയർന്നിട്ടുണ്ട്. ചില മൃതദേഹങ്ങൾ ഹമാസ് തടഞ്ഞുവെച്ചിരിക്കുകയാണെന്നാണ് ഇസ്രയേലിന്റെ വിലയിരുത്തൽ. ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറാൻ ഹമാസ് കാലതാമസം വരുത്തുന്നത് വെടിനിർത്തൽ കരാറിനെ തകർക്കുമോ എന്ന ഭയം പലസ്തീൻകാർക്കിടയിലുണ്ട്. അതേസമയം ഇസ്രയേൽ സൈന്യം പിൻവാങ്ങിയ അതിർത്തി രേഖ കടന്ന ആളുകൾക്ക് നേരെ വെടിയുതിർത്തതായി ഇസ്രയേൽ സൈന്യം പറയുന്നതിനിടെ 2 വ്യത്യസ്ത സംഭവങ്ങളിലായി ഇസ്രയേൽ വെടിവെപ്പിൽ 7 പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ സിവിൽ ഡിഫൻസ് പറയുന്നു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള തന്റെ പദ്ധതിയുടെ അടുത്ത ഘട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ടെങ്കിലും അത് എങ്ങനെ, എവിടെ, എപ്പോൾ എന്നതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളില്ല. സമാധാന പദ്ധതി ചെറിയ വെല്ലുവിളിയല്ല എന്നും വരും ദിവസങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഈ സമാധാന പദ്ധതിയുടെ അശ്രാന്തമായ നടത്തിപ്പിനായിരിക്കണമെന്ന് UK പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പറഞ്ഞു. അതേസമയം ഇസ്രയേൽ സൈന്യം പിൻവാങ്ങിയതോടെ ഹമാസിന്റെ അധികാരം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും തുടരുന്ന അക്രമ സംഭവങ്ങളും നിലവിലെ താൽക്കാലിക വെടിനിർത്തലിനെ ഒരു ദീർഘകാല സമാധാന കരാറിലേക്ക് മാറ്റിയെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തൽ. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. UAE-യിൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള അടിയന്തര സേവന വിഭാഗങ്ങൾക്കായി ഫെഡറൽ അതോറിറ്റി ഫോർ ആംബുലൻസ് ആൻഡ് സിവിൽ ഡിഫൻസ് എന്ന പേരിൽ പ്രത്യേക സർക്കാർ വകുപ്പ് നിലവിൽ വന്നു. UAE ആരോഗ്യ വകുപ്പ് മന്ത്രി അഹമ്മദ് അലി അൽ സയേഗിനെ വകുപ്പിന്റെ ചെയർമാനായി നിയോഗിച്ചു. അടിയന്തര ഘട്ടങ്ങളിൽ പ്രാവർത്തികമാക്കേണ്ട സേവനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായാണ് ആംബുലൻസ് ഉൾപ്പെടെയുള്ള സേവന വിഭാഗങ്ങൾക്കായി പുതിയ മന്ത്രാലയം UAE രൂപീകരിച്ചത്. മന്ത്രിസഭയ്ക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട ഈ സർക്കാർ സ്ഥാപനത്തിന്റെ ചെയർമാനായി UAE ആരോഗ്യ വകുപ്പ് മന്ത്രി അഹമ്മദ് അലി അൽ സയേഗിനെ നിയോഗിച്ചുകൊണ്ട് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഉത്തരവ് പുറപ്പെടുവിച്ചു. നാഷണൽ ഗാർഡ് കമാൻഡ് ആൻഡ് സിവിൽ ഡിഫൻസ് അതോറിറ്റിയുടെയും നാഷണൽ ആംബുലൻസ് കമ്പനിയുടെയും ചുമതലകൾ ഇനി മുതൽ പുതിയ വകുപ്പിന് ആയിരിക്കും. അടിയന്തര ഘട്ടങ്ങളിൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഉറപ്പാക്കുക വകുപ്പിന്റെ ചുമതലയാണ്. ഇതിനു പുറമെ കെട്ടിടങ്ങൾക്കുള്ള അഗ്നിശമന സംവിധാനങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവ നടപ്പാക്കേണ്ടതും പുതിയ വകുപ്പിന്റെ ചുമതലയിൽപ്പെടും. പൊതുജനങ്ങൾക്ക് അപകട സാധ്യതാ മുന്നറിയിപ്പുകൾ നൽകുന്ന ജാഗ്രതാ സംവിധാനം വിപുലപ്പെടുത്തുക, ആംബുലൻസ്, സിവിൽ ഡിഫൻസ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കുള്ള പരിശീലന പരിപാടികൾ നടപ്പാക്കുക എന്നിവയും ഫെഡറൽ അതോറിറ്റി ഫോർ ആംബുലൻസ് ആൻഡ് സിവിൽ ഡിഫൻസിന്റെ ചുമതലയാണ്. അമൃത ന്യൂസ്, ദുബായ്.
ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ പ്രദർശന മേളകളിൽ ഒന്നായ ജൈടെക്സ് എക്സിബിഷൻ ഇത്തവണയും മലയാളി ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടെയും കേരളത്തിൽ നിന്നുള്ള വിദഗ്ധരുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാണ്. ജൈടെക്സ് മേള നടക്കുന്ന ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലും സ്റ്റാർട്ടപ്പ് സംരംഭകർക്കായുള്ള പ്രത്യേക പ്രദർശനം നടക്കുന്ന എക്സ്പാൻഡ് നോർത്ത് സ്റ്റാർ വേദിയിലും മലയാളി ടച്ചുള്ള നിരവധി സ്ഥാപനങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട്. ലോകത്തിലെ വിവര സാങ്കേതിക വിദ്യ പ്രദർശനമേളകളിൽ പ്രഥമ സ്ഥാനത്ത് ഇടം നേടിക്കഴിഞ്ഞു ദുബായ് വേദിയാകുന്ന ജൈടെക്സ് എക്സിബിഷൻ. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് പോലുള്ള വമ്പൻ സ്ഥാപനങ്ങൾ മുതൽ ഈ മേഖലയിലേക്ക് കടന്നുവന്ന പുത്തൻ സംരംഭകരും വിദഗ്ധരുമൊക്കെ ഒരുമിക്കുന്ന 5 ദിവസങ്ങളാണ് ജൈടെക്സ് പ്രദർശനമേള. ജൈടെക്സ് പ്രദർശനത്തിന്റെ 45ാമത് പതിപ്പാണ് ഇത്തവണത്തേത്. വിവര സാങ്കേതിക വിദ്യാ മേഖലയിൽ മലയാളികളുടെ ഇടപെടലും സാന്നിധ്യവും സജീവമായി തന്നെയുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ജൈടെക്സിൽ ഇത്തവണ എത്തിയ മലയാളി ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ. കസ്റ്റമേഴ്സിനെ കിട്ടാനും പുതിയ കോൺടാക്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ പുതിയ കൺട്രീസിലേക്ക് നമുക്ക് എക്സ്പാൻഡ് ചെയ്യുക, ഇതിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് ജൈടെക്സ്. നമുക്കും അറിയാൻ പറ്റും പുതിയ ടെക്നോളജി ഡെവലപ്മെന്റ് എന്താ നടക്കുന്നത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ ആസ്ഥാനമായ ബിസിനസ് ഹബും ജൈടെക്സ് പ്രദർശന സംഘാടകരായ എക്സ്പാൻഡ് നോർത്ത് സ്റ്റാറിന്റെ കമ്മ്യൂണിറ്റി പാർട്ണറുമായ സെൻട്രൽ സ്റ്റാർട്ടപ്പ് ജൈടെക്സിന്റെ ഭാഗമായി സംരംഭക വാരം പ്രഖ്യാപിച്ചു. ഈ മേഖലയിലെ നിക്ഷേപകരെയും ഇന്നോവേറ്റർമാരെയും ശാക്തീകരിക്കാനായാണ് ഒക്ടോബർ 12 മുതൽ 17 വരെ സംരംഭക വാരം ഒരുക്കുന്നത്. വളർന്നുവരുന്ന സാങ്കേതികതകൾ, നിക്ഷേപാവസരങ്ങൾ, ആഗോള ബിസിനസ് വ്യാപനങ്ങൾ എന്നിവയിലെ ക്യൂറേറ്റഡ് സെഷനുകളാണ് സംരംഭക വാരത്തിൽ ഉണ്ടാവുകയെന്ന് സംഘാടകർ ദുബായിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്റ്റാർട്ടപ്സ് ക്യാൻ കം ആൻഡ് രജിസ്റ്റർ ആൻഡ് ഡെമോസ് ചെയ്യാം, ഇൻവെസ്റ്റേഴ്സിനെ മീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോഫൗണ്ടേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാം, പിന്നെ അവരുടെ ഐഡിയാസ് വാലിഡേറ്റ് ചെയ്യാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ ശ്രദ്ധ കൊടുക്കുന്ന മലയാളികളുടെ സ്ഥാപനങ്ങൾ കേരള IT വകുപ്പിന്റെ നേതൃത്വത്തിൽ ജൈടെക്സ് മേളയ്ക്ക് എത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ കേരളത്തിൽ നിന്നുള്ള 28 സ്ഥാപനങ്ങളാണ് പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത്. കേരളം എന്തുകൊണ്ടാണ് ഒരു പ്രിഫേർഡ് IT ഡെസ്റ്റിനേഷൻ ആണെന്നും അവിടെ നമുക്കിതിനുള്ള ടാലൻറ്റ് ഉണ്ടെന്നും റിസോഴ്സ് ഉണ്ടെന്നും ബാക്കിയുള്ളവരെ കൂടെ അറിയിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവായിട്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും റോബോട്ടിക്സിന്റെയും കാലം കടന്നു വരുമ്പോൾ നാളുകളിൽ അവ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാകുമെന്ന് ജൈടെക്സ് മേളയിലെത്തിയാൽ കാണാം. ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്, ദുബായ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനത്തിന് നാളെ തുടക്കമാകും. ബഹ്റൈൻ, ഒമാൻ ഉൾപ്പെടെ 5 രാജ്യങ്ങളിലാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനം. ഡിസംബർ 1 വരെ നീണ്ടുനിൽക്കുന്ന പര്യടന പരിപാടികളിൽ ഇടവേളകളിൽ മുഖ്യമന്ത്രി നാട്ടിൽ തിരികെ എത്തും. സൗദിയിലേക്ക് യാത്രയ്ക്ക് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകിയിട്ടില്ല. ബഹ്റിനിൽ 16-ാം തീയതി നടക്കുന്ന വിദേശ മലയാളി സംഗമമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനത്തിലെ ആദ്യ പരിപാടി. ബഹ്റിൻ കൂടാതെ ഒമാൻ, ഖത്തർ, കുവൈറ്റ്, UAE എന്നീ രാജ്യങ്ങളും മുഖ്യമന്ത്രി സന്ദർശിക്കും. മുഖ്യമന്ത്രിയുടെ സന്ദർശനം ഡിസംബർ 1 വരെ നീളും. മന്ത്രി സജി ചെറിയാൻ, മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് VM സുനീഷ് എന്നിവർക്കാണ് മുഖ്യമന്ത്രിയെ കൂടാതെ യാത്രയ്ക്ക് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകിയിട്ടുള്ളത്. അതേസമയം മുഖ്യമന്ത്രിയുടെ സൗദി സന്ദർശനത്തിന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അനുമതി നിഷേധിച്ചു. ബഹ്റിനിൽ നിന്നും തിരികെ കേരളത്തിലെത്തുന്ന മുഖ്യമന്ത്രി 22-ന് വീണ്ടും മസ്കറ്റിലെത്തും. 24-ന് മസ്കറ്റിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കും. 25-ന് സലാലയിലാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത പരിപാടി. ഇവിടെ നിന്ന് 26-ന് കൊച്ചിയിൽ തിരികെ എത്തും. 28-ന് രാത്രി വീണ്ടും ഖത്തറിലേക്ക് പോകും. 30-ാം തീയതി തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തും. തുടർന്ന് നവംബർ 5-നാണ് കുവൈറ്റിലെ പരിപാടി. ഇവിടെ നിന്ന് അബുദാബിയിലെത്തുന്ന മുഖ്യമന്ത്രി 5 ദിവസം അബുദാബിയിൽ തങ്ങും. മകൻ വിവേക് കിരൺ അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത്. ED സമൻസ് വിഷയമടക്കം നിലനിൽക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി മകന്റെ അടുത്തേക്ക് എത്തുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പെൻഷൻ വാഗ്ദാനം ചെയ്ത് പ്രവാസികളിൽ നിന്ന് പണപ്പിരിവ് നടത്തിയ കേസിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന പ്രവാസി കമ്മീഷൻ. തട്ടിപ്പ് നടത്തിയ പ്രവാസി മലയാളി വെൽഫെയർ അസോസിയേഷൻ ഇന്ത്യയ്ക്ക് നോർക്കയുടെയോ നോർക്ക റൂട്ട്സിന്റെയോ അംഗീകാരമില്ല. പ്രവാസികൾക്ക് നിയമസഹായം ലഭ്യമാക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. കോട്ടയം ആസ്ഥാനമായുള്ള പ്രവാസി മലയാളി വെൽഫെയർ അസോസിയേഷൻ ഇന്ത്യ എന്ന സംഘടന പെൻഷൻ വാഗ്ദാനം ചെയ്ത് പ്രവാസികളിൽ നിന്നും വ്യാപക പണപ്പിരിവ് നടത്തിയെന്ന പരാതി ഉയർന്നിരുന്നു. അംഗത്വ ഫീസ്, അംശാദായം എന്നീ ഇനങ്ങളിലാണ് പണം വാങ്ങിയത്. 25,000-ഓളം പേർ സംഘടനയിൽ അംഗത്വമെടുത്തതായാണ് സംസ്ഥാന പ്രവാസി കമ്മീഷന് വിവരം ലഭിച്ചിരിക്കുന്നത്. കോട്ടയത്ത് കമ്മീഷൻ നടത്തിയ അദാലത്തിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ പേർ കമ്മീഷന് മുന്നിൽ വെളിപ്പെടുത്തൽ നടത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ അനധികൃത സംഘടനയ്ക്കെതിരെ കർശന നടപടിക്ക് ശുപാർശ ചെയ്യുമെന്ന് സംസ്ഥാന പ്രവാസി കമ്മീഷൻ അറിയിച്ചു. ഈ സംഘടനയ്ക്ക് നോർക്കയുടെയോ നോർക്ക റൂട്ട്സിന്റെയോ അംഗീകാരമില്ലെന്നും കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ് പറഞ്ഞു. പ്രവാസി മലയാളി വെൽഫെയർ അസോസിയേഷൻ, അപ്പോൾ പ്രവാസികളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള, മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള അസോസിയേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒറ്റയടിക്ക് അതിൽ വീഴുകയാണ്. അതിനൊന്നും അവർക്കൊന്നും നോർക്കയോ നോർക്ക റൂട്ട്സോ ഒന്നും ഒരു ഓതറൈസേഷൻ കൊടുത്തിട്ടുള്ള ഏജൻസികളല്ല. അവർ വാങ്ങുന്ന പൈസയ്ക്കും യാതൊരു ഓതറൈസേഷനും ഇല്ല. അത് വാങ്ങിയിട്ട് ലാസ്റ്റ് വന്നിട്ട് പൈസ കിട്ടാതെ ബുദ്ധിമുട്ടി വരുമ്പോഴാണ് ഈ കക്ഷികൾ നമ്മുടെ ഇടയ്ക്ക് വരുന്നത്.
ഞങ്ങൾ പോലീസ് മുഖേന അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നോർക്കയ്ക്കും നോർക്ക റൂട്ട്സിനും ഒക്കെ ഞങ്ങൾ ഇന്റിമേഷൻ കൊടുക്കുന്നുണ്ട്. കാരണം ഇതിന്റെ പേരിൽ ഞങ്ങൾക്ക് കണ്ടമാനം പരാതികൾ വരുന്നുണ്ട്. 25,000 മെമ്പേഴ്സാണ് അവരുടെ കൈകളിലേക്കൂടെ കടന്നു പോകുന്നത്. സംഘടനയ്ക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് കമ്മീഷൻ നിർദ്ദേശം നൽകുമെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ വ്യക്തമാക്കി. പ്രവാസികളുടെ ക്ഷേമത്തിനെന്ന പേരിൽ തട്ടിപ്പ് നടത്തുന്നവരുടെ കെണിയിൽ വീഴുന്നവരുടെ പരാതികൾ വർദ്ധിക്കുകയാണ്. ഇത്തരം തട്ടിപ്പുകൾ ആവർത്തിക്കാതിരിക്കാൻ കമ്മീഷൻ മുൻകൈയെടുത്ത് പ്രചരണം നടത്തുകയും പ്രവാസികൾക്ക് നിയമസഹായം ലഭ്യമാക്കുകയും ചെയ്യുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. കോട്ടയം കളക്ടറേറ്റിൽ നടന്ന അദാലത്തിൽ 126 പരാതികളാണ് കമ്മീഷൻ പരിഗണിച്ചത്. കമ്മീഷൻ അംഗങ്ങളായ PM ജാബിർ, ഡോക്ടർ മാത്യൂസ് കെ ലൂക്കോസ്, MM നയീം, ജോസഫ് ദേവസ്യ പൊന്മാങ്കൽ, സെക്രട്ടറി R ജയറാം കുമാർ എന്നിവരും പങ്കെടുത്തു. അമൃത ന്യൂസ്, കോട്ടയം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ നടപടികളുമായി ദേവസ്വം ബോർഡ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ K സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു. വിരമിച്ച പ്രതികൾക്ക് നോട്ടീസ് നൽകും. നഷ്ടപ്പെട്ട സ്വർണം എത്രയും വേഗം കണ്ടെത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് ദേവസ്വം ബോർഡ് യോഗശേഷം പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. അതിനിടെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് SIT സംഘം പരിശോധന നടത്തി 99 മുതലുള്ള ഫയലുകളാണ് പരിശോധിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതിരോധത്തിലായി നിൽക്കുമ്പോഴാണ് ദേവസ്വം ബോർഡ് കൂടുതൽ പേർക്കെതിരെ നടപടിയെടുക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിന് പിന്നാലെ ഇപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K സുനിൽകുമാറിനെയും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ദ്വാരപാലക ശില്പത്തിൽ സ്വർണ്ണപ്പാളിയാണെന്ന് അറിയാമായിരുന്നിട്ടും ചെമ്പുപാളിയാണെന്ന് രേഖ ഉണ്ടാക്കിയതിനാണ് മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തത്. സ്വർണമെന്നറിയാമായിരുന്നിട്ടും ആ രേഖയിൽ ഒപ്പിട്ടതിനാണ് സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പ്രതിപട്ടികയിലുള്ളതിൽ ഇവർ രണ്ടുപേർ മാത്രമാണ് ഇപ്പോഴും സർവീസിലുള്ളത്. ബാക്കിയുള്ള പ്രതികൾ വിരമിച്ചവരാണ്. വിരമിച്ചവർക്ക് 10 ദിവസത്തിനകം വിശദീകരണം അറിയിക്കാൻ നോട്ടീസ് നൽകും. കളവ് പോയ മുഴുവൻ സ്വർണവും എത്രയും വേഗം കണ്ടെത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് ബോർഡ് യോഗത്തിനു ശേഷം പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ ഒരു തരി പൊന്നായാലും സ്വത്തായാലും നഷ്ടപ്പെട്ടത് വേദനാജനകമാണ്. അത് എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കണം, തിരിച്ചു പിടിക്കണം. മാത്രമല്ല കുറ്റവാളികൾക്കെതിരെ പരമാവധി ശിക്ഷ നൽകണം, അതാരായാലും എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും ദേവസ്വം വകുപ്പിൻ്റെയും ഒക്കെ നിലപാട്. SIT സംഘം ബോർഡ് യോഗം നടക്കുന്നതിനിടെ ദേവസ്വം ആസ്ഥാനത്ത് പരിശോധന നടത്തി. 99 മുതലുള്ള ഫയലുകളാണ് പരിശോധിച്ചത്. നിർണായക രേഖകൾ അടങ്ങിയ പല ഫയലും കണ്ടെത്താനായില്ല എന്നാണ് വിവരം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുക്കുന്നതിനുള്ള നീക്കവും SIT വേഗത്തിൽ നടത്തുന്നുണ്ട്. കസ്റ്റഡിയിലെടുക്കുവാൻ വൈകുന്തോറും ഉണ്ണികൃഷ്ണൻ പോറ്റി ഗൂഢാലോചന നടത്തി അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുമെന്ന സംശയവും ഉയരുന്നുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്വർണ്ണക്കവർച്ചയ്ക്കപ്പുറം നടന്നത് വലിയ കച്ചവടമെന്ന് VD സതീശൻ പറഞ്ഞു. തട്ടിപ്പിന് കൂട്ടുനിന്നത് സർക്കാരും ദേവസ്വമാണെന്നും ഹൈക്കോടതിക്ക് തട്ടിപ്പ് മനസ്സിലായി എന്നും VD സതീശൻ പ്രതികരിച്ചു. അറിഞ്ഞുകൊണ്ട് തന്നെ ആരോപണ വിധേയനായ അയാൾക്ക് തന്നെ വീണ്ടും കൊടുക്കാൻ തീരുമാനിക്കുക. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കും വിശ്വാസവഞ്ചനയ്ക്കുമെതിരെ മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് കാഞ്ഞങ്ങാട്ട് നിന്ന് തുടക്കമായി. അമ്പലം വിഴുങ്ങികൾക്കെതിരായുള്ള ശക്തമായ പ്രതിഷേധമാണ് KPCCയുടെ യാത്രയെന്നും ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും യാത്ര ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ആറന്മുള അഷ്ടമി രോഹിണി വള്ളസദ്യ ദേവന് നേദിക്കുന്നതിന് മുൻപ് ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രിക്ക് നൽകിയ സംഭവത്തിൽ ആചാരലംഘനം നടന്നെന്ന് ക്ഷേത്രം തന്ത്രി. തെറ്റ് സംഭവിച്ചതിനാൽ പരസ്യമായി പരിഹാരക്രിയ ചെയ്യണമെന്നും ഇത്തരം അബദ്ധം ഇനി ഉണ്ടാവില്ലെന്ന് സത്യം ചെയ്യണമെന്നും തന്ത്രി പറയുന്നു. വിജ്ഞാൻ ഭാരതിക്ക് കീഴിലുള്ള സയൻസ് ഇന്ത്യ ഫോറം GCC രാജ്യങ്ങളിൽ സംഘടിപ്പിക്കുന്ന ശാസ്ത്ര പ്രതിഭാ മത്സര പരീക്ഷകൾക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. GCC രാജ്യങ്ങളിലെ CBSE സിലബസ് പിന്തുടരുന്ന വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന 6ാം ക്ലാസ് മുതൽ 11ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ പങ്കെടുക്കാം. GCC രാജ്യങ്ങളിൽ നടക്കുന്ന ശാസ്ത്ര സംബന്ധമായ ഏറ്റവും വലിയ മത്സര പരീക്ഷയാണ് വിദ്യാർത്ഥി വിജ്ഞാൻ മന്ഥൻ ശാസ്ത്ര പ്രതിഭ മത്സരം. GCC രാജ്യങ്ങളിലെ CBSE സിലബസ് പിന്തുടരുന്ന എല്ലാ വിദ്യാലയങ്ങളും ഈ മത്സര പരീക്ഷയുടെ ഭാഗമാകും. 6ാം ക്ലാസ് മുതൽ 11ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് പരീക്ഷ. ഇതിനായുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. വിജ്ഞാൻ ഭാരതിയുടെ കീഴിലുള്ള സയൻസ് ഇന്ത്യ ഫോറമാണ് മത്സര പരീക്ഷ സംഘടിപ്പിക്കുന്നത്. സയൻസ് ഇന്ത്യ ഫോറത്തിന്റെ വെബ്സൈറ്റിലൂടെ പരീക്ഷയ്ക്കായുള്ള രജിസ്ട്രേഷൻ നടത്താം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെയാണ് ഇക്കുറി ശാസ്ത്ര പ്രതിഭാ മത്സരം നടത്തുന്നതെന്ന് സയൻസ് ഇന്ത്യ ഫോറം പ്രതിനിധി സ്മിത വിനോദ് പറഞ്ഞു. ഇപ്രാവശ്യം ശാസ്ത്ര പ്രതിഭ കോൺടെസ്റ്റ് ഒരുപാട് സ്പെഷ്യലാണ്. എന്നുവെച്ചാൽ ഇത് നമ്മൾ നാഷണൽ VVM ഒക്കെ ചേർന്ന് ചെയ്യാണ്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും CBSE സ്കൂൾസും എല്ലാവരും കൂടെ സഹകരിച്ച് ചെയ്യുന്ന ഒരു വലിയൊരു ഇവൻ്റാണ്. grade 6 തൊട്ട് grade 11 വരെ ഉള്ള എല്ലാ കുട്ടികൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റിൽ
കയറിയിട്ട് അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. www.sifUAE.com. ISRO, DRDO, CSIR തുടങ്ങിയ ഇന്ത്യയിലെ ലോകോത്തര ശാസ്ത്ര സാങ്കേതിക വിദ്യാ സ്ഥാപനങ്ങൾ സന്ദർശിക്കാനും പ്രശസ്ത ശാസ്ത്രജ്ഞരുമായി സംവദിക്കാനും മത്സര പരീക്ഷകളിൽ വിജയിക്കുന്ന കുട്ടികൾക്ക് അവസരം ലഭിക്കും. NCERT, കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം എന്നീ സ്ഥാപനങ്ങളും ശാസ്ത്രപ്രതിഭ മത്സര പരീക്ഷയുമായി സഹകരിക്കുന്നുണ്ട്. നവംബർ 8-നാണ് ആദ്യഘട്ട പരീക്ഷ നടക്കുക. അമൃത ന്യൂസ്, ദുബായ്. കുവൈറ്റിൽ ചികിത്സാ പിഴവ് വരുത്തിയതിന് സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന പ്രവാസി ഗൈനക്കോളജിസ്റ്റിന് 6 മാസം തടവ് ശിക്ഷ. ഇതിനു പുറമെ ചികിത്സാ പിഴവിനിരയായ രോഗിക്ക് 1 ലക്ഷം ദിനാർ നഷ്ടപരിഹാരം നൽകുവാനും കോടതി വിധിച്ചു. ചികിത്സയിൽ അശ്രദ്ധ വരുത്തുകയും തെറ്റായ രോഗനിർണയം നടത്തുകയും ശരിയായ പരിചരണം നൽകുന്നതിൽ പരാജയപ്പെടുകയും കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തുകയും ചെയ്തതിനെ തുടർന്ന് രോഗിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു എന്നാണ് ഡോക്ടർക്കെതിരായ ഉള്ള കുറ്റത്തിൽ പറയുന്നത്. എന്നാൽ ആശുപത്രിയുടെ പേരോ ഡോക്ടർ ഏത് രാജ്യക്കാരാണോ എന്നീ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. UAE ഗോൾഡൻ വിസയുള്ളവർക്ക് അതിവേഗ കോൺസുലാർ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു. ദുബായിൽ നടക്കുന്ന ജൈടെക് പ്രദർശന വേദിയിലാണ് വിശദാംശങ്ങൾ അവതരിപ്പിച്ചത്. രാജ്യത്തിന്റെ പുറത്തുള്ള UAE ഗോൾഡൻ വിസയുള്ളവർക്ക് പാസ്പോർട്ട് സംബന്ധമായോ അടിയന്തര സാഹചര്യങ്ങളിലോ അതിവേഗം സേവനം നൽകുന്നതാണ് പദ്ധതി. പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ UAEയിൽ തിരികെ എത്താനുള്ള അനുമതി പത്രം അരമണിക്കൂറിനുള്ളിൽ ഇതുവഴി ലഭ്യമാകും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രത്യേക ഹോട്ട്ലൈൻ സേവനവും ഗോൾഡൻ വിസക്കാർക്ക് ലഭിക്കും. രാജ്യത്തിന് പുറത്തു വെച്ച് മരണപ്പെടുന്ന സാഹചര്യത്തിൽ അതിവേഗം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം UAEയിൽ എത്തിച്ച് അന്ത്യകർമ്മങ്ങൾക്കുള്ള അവസരമൊരുക്കുന്നത് ഉൾപ്പെടെയുള്ള സേവനങ്ങളും ലഭ്യമാകും. സ്വർണം, വെള്ളി ഉൾപ്പെടെയുള്ള അമൂല്യ ലോഹങ്ങളുടെ പ്യൂരിറ്റി അറിയാനുള്ള സെൽഫ് സർവീസ് സ്മാർട്ട് ലാബുകൾ ദുബായിൽ സ്ഥാപിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന ജൈടെക് പ്രദർശന വേദിയിലാണ് ലോകത്തിൽ ഇത്തരത്തിലുള്ള ആദ്യത്തെ സ്മാർട്ട് ലാബ് ദുബായ് മുനിസിപ്പാലിറ്റി അവതരിപ്പിച്ചത്. ദുബായ് മുനിസിപ്പാലിറ്റിക്ക് കീഴിലുള്ള സെൻട്രൽ ലബോറട്ടറി ദുബായ് ഗോൾഡൻ ആൻഡ് ജ്വല്ലറി ഗ്രൂപ്പുമായി സഹകരിച്ചാണ് ഈ സംരംഭം ആരംഭിക്കുന്നത്. മനുഷ്യ ഇടപെടലില്ലാതെ പ്രവർത്തിക്കുന്ന സ്മാർട്ട് ലാബ് ദുബായ് ഗോൾഡൻ സൂക്കിൽ ഉടൻ സ്ഥാപിക്കും. നിർമ്മിത ബുദ്ധിയുടെയും എക്സ്റേയുടെയും സഹായത്തോടെയാണ് അമൂല്യ ലോഹങ്ങളുടെ പരിശുദ്ധി നിർണ്ണയിക്കുന്നത്. കുവൈറ്റിൽ വൻതോതിലുള്ള പ്രകൃതിവാതക ശേഖരം കണ്ടെത്തി. കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷന്റെ അനുബന്ധ സ്ഥാപനമായ കുവൈറ്റ് ഓയിൽ കമ്പനിയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രതിദിനം 29 ദശലക്ഷം ക്യൂബിക് അടി വാതകവും 5000 ബാരലിലധികം കണ്ടൻസേറ്റും ഉൽപാദന ശേഷിയുള്ളതാണ് പുതുതായി കണ്ടെത്തിയ എണ്ണപ്പാടം. കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ് എന്നിവയുടെ കുറഞ്ഞ അളവിലുള്ള സാന്നിധ്യവും ജലരഹിതവുമായ ഈ അപൂർവ വാതക ശേഖരം പരിസ്ഥിതി സൗഹൃദവും സാങ്കേതികവുമായി മികച്ചതായി കണക്കാക്കപ്പെടുന്നു. ഏകദേശം 40 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ശേഖരത്തിൽ 1 ട്രില്യൺ ക്യൂബിക് അടി പ്രകൃതിവാതകത്തിന്റെയും 120 ദശലക്ഷം ബാരലിലധികം കണ്ടൻസേറ്റിന്റെയും സാന്നിധ്യമാണ് കണക്കാക്കുന്നത്. ഇത് പ്രാഥമിക കണക്കുകൾ മാത്രമാണെന്നും ഫീൽഡിനുള്ളിലെ മറ്റ് റിസർവോയറുകളിൽ വിപുലമായ പര്യവേക്ഷണ പ്രവർത്തനങ്ങളിലൂടെ അവ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും എണ്ണമന്ത്രി താരിഖ് സുലൈമാൻ അൽ റൂമി പറഞ്ഞു. കുവൈറ്റിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവർത്തനങ്ങളിൽ മതപരമോ രാഷ്ട്രീയപരമോ ആയ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നതോ വിഭാഗീയതയും പക്ഷപാതിത്വവും വളർത്തുന്നതോ ആയ എല്ലാ പ്രവർത്തനങ്ങൾക്കും കർശന വിലക്ക്. വിദ്യാഭ്യാസ മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി എഞ്ചിനീയർ അഹമ്മദ് അൽ ഹമദ് ആണ് സർക്കുലർ പുറത്തിറക്കിയത്. വിദ്യാർത്ഥികളിൽ അച്ചടക്കം, ദേശീയത, മാനസിക ശാരീരിക സന്നദ്ധത എന്നിവ ശക്തിപ്പെടുത്തുന്നതിൽ മോർണിംഗ് അസംബ്ലിക്ക് സുപ്രധാന പങ്കുണ്ടെന്ന് അൽ ഹമദ് ഊന്നിപ്പറഞ്ഞു. രാജ്യസ്നേഹം, സാമൂഹിക ഇടപെടൽ, ആശയവിനിമയം, മൊത്തത്തിലുള്ള വിദ്യാഭ്യാസ വികസനം തുടങ്ങിയ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. പ്രഭാത അസംബ്ലികളും സ്കൂൾ പ്രവർത്തനങ്ങളും അവയുടെ ഉദ്ദേശിച്ച വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ എല്ലാ സ്കൂൾ അഡ്മിനിസ്ട്രേഷനുകളും പ്രത്യേക നടപടികൾ പാലിക്കണമെന്ന് അൽ ഹമദ് നിർദ്ദേശിച്ചു. സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിൽ പരിസ്ഥിതി നിയമങ്ങൾ ലംഘിച്ച് നിരോധിത സ്ഥലത്ത് റെഡിമിക്സ് ലോറിയിൽ നിന്നുള്ള കോൺക്രീറ്റ് ഉപേക്ഷിച്ച് പരിസ്ഥിതി മലിനമാക്കുകയും മണ്ണിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്ത ഇന്ത്യൻ പ്രവാസിയെ അറസ്റ്റ് ചെയ്തതായി സൗദി പരിസ്ഥിതി സുരക്ഷാ സേന അറിയിച്ചു. നിയമാനുസൃത നടപടികൾ പൂർത്തിയാക്കി ഇന്ത്യക്കാരനെ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് റഫർ ചെയ്തു. രാജ്യത്ത് മഴ പെയ്യുന്നതിനായി പ്രത്യേക പ്രാർത്ഥന നടത്തണമെന്ന് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ആഹ്വാനം ചെയ്തു. ഒക്ടോബർ 17 വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് അരമണിക്കൂർ മുൻപായി എല്ലാ മോസ്കുകളിലും മഴ പെയ്യുന്നതിനായുള്ള പ്രാർത്ഥന നടത്തണമെന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. UAEയിലെ ചിലയിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ലഭിച്ചിരുന്നു. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലെ യാത്രാനുഭവം കൂടുതൽ വേഗത്തിലും തടസ്സമില്ലാതെയുമാക്കിയ റെഡ് കാർപ്പറ്റ് സ്മാർട്ട് കോറിഡോർ പദ്ധതിയുടെ സാങ്കേതിക പങ്കാളിയായ എമറാടെക്കിനെ ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ്
ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ആദരിച്ചു. യാത്രാരേഖകൾ ഹാജരാക്കാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മുഖം തിരിച്ചറിയൽ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് സുതാര്യമായ യാത്രാനുഭവം നൽകുന്ന ഈ പദ്ധതി വിജയകരമായി നടപ്പാക്കിയതിലുള്ള പങ്ക് പരിഗണിച്ചാണ് ആദരം. ദുബായിൽ നടക്കുന്ന ജൈടെക്സ് ഗ്ലോബൽ പ്രദർശന വേദിയിലായിരുന്നു ചടങ്ങ്. GDRFA ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി, എമറാടെക് ഡയറക്ടർ ജനറലും സിഇഒയുമായ താനി അലി സഫി മൊമെന്റോ നൽകി. ജപ്പാനിൽ നിന്ന് എക്സ്പോ 2030 പതാക റിയാദിന് ഔദ്യോഗികമായി കൈമാറി. ജപ്പാനിലെ ഒസാക്കയിൽ സമാപിച്ച എക്സ്പോ 2025 സമാപന ചടങ്ങിലാണ് ബ്യൂറോ ഇന്റർനാഷണൽ ഡെസ് എക്സ്പോസിഷൻസ് പതാകയുടെ ഔദ്യോഗിക കൈമാറ്റം നടന്നത്. 2030 ഒരു അസാധാരണ പ്രദർശനം സംഘടിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പ് ഘട്ടത്തിന് തുടക്കം കുറിച്ച് ആതിഥേയത്വത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ സൗദിക്ക് ഔദ്യോഗികമായി കൈമാറുന്നതിന്റെ അടയാളമാണ് ഈ നടപടി. സമാപന ചടങ്ങിൽ റിയാദ് സിറ്റി റോയൽ കമ്മീഷൻ CEO ഇബ്രാഹിം അൽ സുൽത്താൻ പതാക സ്വീകരിച്ചു. ജിദ്ദയിൽ കോഴിക്കോടൻ ഫെസ്റ്റിന്റെ 2ാം സീസൺ വരുന്നു. ജിദ്ദ KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 2025 ഒക്ടോബർ 17 വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണി മുതലാണ് കുടുംബമേള അരങ്ങേറുന്നത്. 3 വേദികളിലായാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഒക്ടോബർ 17 വെള്ളിയാഴ്ചയാണ് ജിദ്ദയിലെ അൽ മഹജർ കുബ്ബ ഓഡിറ്റോറിയത്തിൽ കോഴിക്കോടൻ ഫെസ്റ്റിന്റെ 2ാം സീസൺ ഒരുങ്ങുന്നത്. കോഴിക്കോടിനെ പ്രവാസി സമൂഹത്തിന് അറിയിക്കുക എന്നതാണ് ലക്ഷ്യം. കോഴിക്കോടിന്റെ കൾച്ചർ ജിദ്ദയിൽ പ്രചാരണത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. കോഴിക്കോടിന്റെ തനത് സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന പരിപാടിയിൽ കലാരൂപങ്ങളും രുചിക്കൂട്ടുകളും ജില്ലയുടെ പ്രധാന അടയാളങ്ങളായ മാനഞ്ചിറ സ്ക്വയറും ഹലുവ ബസാറും മിഠായി തെരുവും നാദാപുരം പള്ളിയുമൊക്കെ പുനഃസൃഷ്ടിക്കുമെന്ന് സംഘാടക സമിതി അറിയിച്ചു. ഒപ്പന, കോൽക്കളി, വട്ടപ്പാട്ട് തുടങ്ങിയ കോഴിക്കോടിന്റെ തനത് കലാരൂപങ്ങളോടൊപ്പം കുട്ടികൾക്കും കുടുംബിനികൾക്കും ബാച്ചിലേഴ്സിനുമായി വിവിധ കലാകായിക മത്സരങ്ങളും നടക്കും. പ്രശസ്ത ഗായകൻ കൊച്ചിൻ ഷമീറിന്റെ നേതൃത്വത്തിൽ ജിദ്ദയിലെ അറിയപ്പെടുന്ന ഗായകരെയും കൂടി അണിനിരത്തി സംഗീത വിരുന്നും ഒരുക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഇബ്രാഹിം കൊല്ലി, OP സലാം, സുബൈർ വാണിമേൽ, ബഷീർ കീലത്ത് എന്നിവർ പങ്കെടുത്തു. സുൽഫിഖ്റോദായ്, അമൃത ന്യൂസ്, ജിദ്ദ. അർജന്റീന ഓസ്ട്രേലിയ ഫുട്ബോൾ പോരാട്ടം നവംബർ 17 കൊച്ചിയിൽ നടക്കും. മത്സര തലേന്ന് ആരാധകർക്ക് മെസ്സിയെ കാണാൻ അവസരമുണ്ടാകും. സംഗീത സംവിധായകൻ AR റഹ്മാന്റെ മ്യൂസിക് ഷോയും ഹനുമാൻ കൈൻഡിന്റെ സംഗീത പരിപാടിയും നവംബർ 16 നടക്കും. അർജന്റീന ഓസ്ട്രേലിയ ടീമുകളുടെ സൂപ്പർ പോരാട്ടം നവംബർ 17 കൊച്ചിയിൽ നടക്കും. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് തീയതി സംബന്ധിച്ച സ്ഥിരീകരണം ലഭിച്ചു. മത്സരത്തിന്റെ തലേദിവസം മെസ്സിയും സംഘവും പരിശീലനം നടത്തുന്നത് കാണാൻ ആരാധകർക്ക് അവസരമൊരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. അതേ ദിവസം തന്നെ സംഗീത സംവിധായകൻ AR റഹ്മാന്റെ മ്യൂസിക് ഷോയും ഹനുമാൻ കൈൻഡിന്റെ സംഗീത പരിപാടിയും നടക്കും. അർജന്റീന ടീമിന്റെ വരവിനായി കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ അതിവേഗം നിർമ്മാണം പുരോഗമിക്കുകയാണ്. 70 കോടി ചെലവിട്ടാണ് സ്റ്റേഡിയം പുതുക്കി പണിയുന്നത്. ഫിഫ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പുനർനിർമ്മാണം. 30 ദിവസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കും. അതേസമയം അർജന്റീന ഓസ്ട്രേലിയ പോരാട്ടം കാണാനുള്ള ടിക്കറ്റ് നിരക്കുകൾ 2 ദിവസത്തിനകം പ്രഖ്യാപിക്കും. ഈ മാസം 18 19 ടിക്കറ്റ് വിൽപ്പന തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ. അമൃത ന്യൂസ്, കൊച്ചി. ഡൽഹി ടെസ്റ്റിലും വിജയിച്ചതോടെ വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ സമ്പൂർണ്ണ ജയവുമായി ഇന്ത്യ. 2ാം ടെസ്റ്റിൽ ഇന്ത്യയുടെ ജയം 7 വിക്കറ്റിനാണ്. വിൻഡീസ് ഉയർത്തിയ 121 റൺസ് വിജയലക്ഷ്യം 3 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടന്നു. ഈ ജയത്തോടെ ഒരു ടീമിനെതിരായ തുടർച്ചയായ പരമ്പരാ ജയങ്ങളിൽ ദക്ഷിണാഫ്രിക്കയുടെ ലോക റെക്കോർഡിനൊപ്പം ഇന്ത്യ എത്തി. 2002 മുതൽ 2025 വരെ വിൻഡീസിനെതിരെ കളിച്ച 10 ടെസ്റ്റ് പരമ്പരകളും ജയിച്ചാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയുടെ ലോക റെക്കോർഡിനൊപ്പം എത്തിയത്. ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ നേടുന്ന ആദ്യ ടെസ്റ്റ് പരമ്പര കൂടിയാണ് ഇത്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.